ഇങ്ങോട്ട് വരാൻ ഞാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിന് ആത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഇവിടെ കടന്നു വന്നത്. ഏതായിരുന്നാലും ചെമ്പലത്തിലുള്ള സഭ എല്ലാവിധത്തിലും ഒരറിയപ്പെടുന്ന സഭയെ ദൈവം ഇടയാക്കി ഇവിടെയുള്ള ദൈവജനങ്ങളുടെ ആത്മാർത്ഥമായ സഹനം പലരുടെ എഴുതുന്നുണ്ടെങ്കിലും വളരെ ആത്മാർത്ഥമായി സാധുക്കളായ വിശ്വാസികളാണെങ്കിലും ഞങ്ങളോട് വളരെ ആത്മാർത്ഥമായി അവർ സഹകരിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ കുടുംബമായിട്ട് സ്വന്തം വിദേശത്ത് ആദ്യം പോകുന്നത് പ്രതീക്ഷിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മൂത്ത മോൻ്റെ അവിടെ സ്വന്തം ജർമ്മനിയിൽ പോകാൻ വർഷങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ നടക്കുക ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുടുംബമായി കടന്നു പോകാൻ ദൈവമുണ്ട്. ഞങ്ങളുടെ യോഗ്യതയുണ്ടെന്ന ദൈവത്തിൻ്റെ കാരണമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ സ്വതമണിയൻ പാസ്റ്ററുടെ നിറത്തിലാണ് ഞാൻ വന്ന് ചേർത്തിട്ട് അസംബ്ലീസ് അവാർഡിനുള്ള ഒന്നുമില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ അസംബ്ലീസ് അവാർഡിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കുക. ദൈവം സഹായിച്ചു. ഇലക്ട്രിസിറ്റി ബില്ല്, വസ്തുവിൻ്റെ ടാക്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും കൃപയാൽ അതെല്ലാം പരിഹരിക്കപ്പെടുവാനില്ല. ചിലരൊക്കെ സ്നാനപ്പെടുത്തുവാൻ ചില വരാറുണ്ട്. അവരെയൊക്കെ ആലയത്തിലൊന്നും വരാതിരുന്നവരാ അവരൊക്കെ ഒന്ന് സ്നാനപ്പെടുത്താൻ. പിന്നെ ഇവിടെ ഒന്ന് ഞങ്ങൾക്ക് 5 ആമക്കളെ കിട്ടി, ഒരു മോളെ കിട്ടി. അതുകൊണ്ട് അപ്പാന്ന് വിളിക്കില്ല, പാസ്റ്റർ വിളിച്ചാലും നിങ്ങളുടെ സ്വന്തം പറ്റും. പാസ്റ്റർ എന്ന് വിളിച്ച് പള്ളി പ്രായി. അതുപോലെ മോളാണ് ഞാൻ ഗാന്ധി കിട്ടിയത്. എവിടെ സ്വതന്ത്ര വൈഫിൻ്റെ ക്ലാസ്സിലാണ് എല്ലാവരും. ഞങ്ങള് ഇവിടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ നല്ല 3 വർഷം കഴിഞ്ഞത്. ആദ്യം എനിക്കല്പം ശുശ്രൂഷ ചിട്ടയുണ്ട്. കാരണം CSയുടെ വലിയ പാരമ്പര്യത്തിൽ നിന്ന് ഡയസ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അടിച്ചൊതുക്കി പെന്തക്കോസ്തി കൊണ്ടുവന്ന് പിന്നെ ഇൻഡസ്ട്രീസ് ജോലി അവിടെ നിന്ന് അടിച്ചൊതുക്കി എന്നെ പാസ്സാക്കിയത് കൊണ്ട് എനിക്ക് തീരുമാനമുള്ളതുകൊണ്ട് സുവിശേഷത്തിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം, ആ ഒരു ചിട്ട എനിക്കുണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി. വളരെ ആത്മാർത്ഥയോടെ. അവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവാത്മാവ് ഇടപെട്ട് ഞങ്ങളുടെ 6 മാസം മുമ്പ് മരുമോള് ദർശനം കണ്ടു. ഞാൻ ഞങ്ങളുടെ ഇവിടെ മാറിപ്പോയി. 4 മുമ്പേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മേഘം പൊങ്ങുന്നത് അറിയാം. ശുശ്രൂഷ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല. ദൈവം ഏൽപ്പിച്ചതായതാണ് ശുശ്രൂഷയിൽ സഹകരിച്ചിരുന്ന എല്ലായിടത്തും പ്രത്യേക ദൈവ അനുഗ്രഹവും സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, ഞങ്ങളുടെ ആരോഗ്യം, മറ്റെല്ലാ വിധത്തിലും ഇവിടെ ഈ സഭയുടെ അഭിവൃദ്ധിക്ക് മനസ്സിലാക്കാനിടയായി. പിന്നെ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവനോട് പറഞ്ഞില്ല ചെയ്യും. നേരത്തെ ഇരുന്നിടത്ത് ഒന്നുമില്ലാത്ത സ്ഥലത്തിൽ ദൈവം അയച്ചു. നല്ല നിമിഷം വിളിച്ചു. ദൈവം പറഞ്ഞാൽ പറയുന്നത് ചെയ്യും, പറഞ്ഞില്ലേ ഒന്നും ചെയ്യില്ല. ദൈവം പിന്നെ അപ്പുറമായി സ്വയത്തിൽ ആശ്രയിച്ച ഒരു കാര്യവും ചെയ്യാൻ ആഗ്രഹമില്ല. നിങ്ങളെല്ലാ സഹനത്തിലും ആത്മാർത്ഥതയും എന്നൊക്കെ പറയും. പാസ് ഒരു വാക്ക് അനുവാദം തന്നാൽ മതി, പാസ് മാറ്റാത്ത ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നെ കൊടുത്തത് നിങ്ങളെല്ലാ സഹകരണത്തിലും. അതുപോലെ തന്നെ സ്വന്തം അദ്ദേഹം ഫുഡ് ഇൻസ്പെക്ടറാണ്. ഇപ്പൊ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. അതിന് മുട്ടായി കിട്ടിയതോ അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന്റെ ആളുകളെ പോലെ. അതുപോലെ തന്നെ സ്വന്തം മനോജ് ഞങ്ങൾക്ക് പോകാൻ ഒരു മനസ്സുണ്ടായിട്ടല്ല, ദൈവ ആലോചന ഉണ്ടായി കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരു കുടുംബത്തിൽ ഞങ്ങളെ പോലെ ജീവിച്ചു. സൗമ്യ
അങ്ങനെ എല്ലാവരും നല്ല മനസ്സോടെ അല്ല പോകുന്നെങ്കിലും ദൈവശബ്ദത്തിന് ദൈവാലോചനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് മാത്രമാണ് ഞങ്ങളിവിടെ നിന്ന് ചാർജ് വിട്ട് സ്വതം തച്ചുകൊള്ളാൻ സഭയിലേക്ക് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ മരണം വരെ എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമുള്ള സമയം അത്രയും കർത്തവേല ചെയ്യണം. കർത്തവേല ചെയ്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കണം പണ്ടെന്നോട് ആഗ്രഹമാണുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹനത്തിനും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. എന്നെ മാത്രമല്ല, ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു. സ്വത്ര മൂത്തുമാനും കുടുംബവും ദൈവരോടുള്ള ഭയങ്കരമായ ആത്മാ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ സ്വതവും ഉപഹാരങ്ങൾക്ക് അതിനും നന്ദി പറഞ്ഞുകൊണ്ട്